ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ റിപ്പോർട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച, ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് പരിശോധിക്കാം അല്ലേ? അതെ. കണ്ണ എന്താ മേൽശാന്തി, ഈ ഒരൊറ്റ വിളി ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ഭക്തരുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഭക്തരെ വിശ്വാസത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തിക്കുന്ന ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ ഈ വൈറൽ റീലുകൾക്ക് പിന്നിലുള്ളവരെ അധികമാർക്കും അറിയില്ല. കോഴിക്കോട് ചാത്തമംഗലം കണ്ടമംഗലം ഇല്ലത്ത് വിനീത് നമ്പൂതിരിയും മകൾ വേദജയുമാണ് ഈ ഹൃദയസ്പർശിയായ റീലുകൾക്കും അതിലെ മനോഹരമായ ശബ്ദത്തിനും പിന്നിൽ. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ആ റിപ്പോർട്ടിലേക്ക്. കണ്ണാ, എന്താ മേശാന്തി? എവിടെയാണ്? ഇവിടെ ഉണ്ടല്ലോ. എന്ത് ചെയ്യാണ്? ബലരാമേട്ടനും ഉണ്ണിഗണപതിനെ കൂടി കളിക്കാ. ഉഷപൂജയ്ക്ക് സമയായി, വേഗം വരൂ കണ്ണാ. ഇപ്പം വരാം മേശാന്തി. എത്ര മനോഹരമായ ഒരു വീഡിയോ ആണല്ലേ ഇത്. ഭഗവാനെ സ്നേഹിക്കുന്ന, ഭഗവാനെ വിശ്വസിക്കുന്ന, ഭഗവാനെ ആരാധിക്കുന്ന ഭക്തരുടെ മനസ്സിൽ ഈ കണ്ണനും തിരുമേനിയും ഉണ്ടാക്കുന്ന ആത്മീയമായ അനുഭൂതി, അത് നമ്മൾ എത്രത്തോളം വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും മതിയാകില്ല. ഈ വീഡിയോയ്ക്ക് പിന്നിലും ഒരു കണ്ണനും തിരുമേനിയുമുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കാണിനി. ആ മേൽശാന്തിയും കണ്ണനും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഭക്തരൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. ഈ പലർക്കും ഒരു സംശയമുണ്ട്, AI വീഡിയോ ആണ്, ദൃശ്യങ്ങൾ AI ആണ്, ഈ സൗണ്ടും AI ആണോ എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. ആ ഒരു ശബ്ദത്തിൽ തന്നെ കുഞ്ഞും തിരുവേരിയും ആ ശബ്ദത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? കണ്ണാ, എന്താ മേശാന്തി? അങ്ങനെയാണ് ആ ഒരു വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ പൊതുവേ ഭക്തന്മാരുടെ ആദ്യമൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇത് AI ടെക്നോളജിയുള്ള വോയിസൊക്കെ എങ്ങനെയാണെന്നാണ്. അതേ മേശാന്തിയുടെ വോയിസ് എൻ്റെ വോയിസും, അതുപോലെ തന്നെ കണ്ണൻ്റെ വോയിസ് എൻ്റെ മകളാണ്, വേദജ മകളാണ് ആ വോയിസ് കൊടുക്കുന്നത്. ഭഗവാനിലേക്ക് സർവ്വതും സമർപ്പിച്ച് യാത്ര തുടങ്ങി. മായക്കണ്ണൻ്റെ ലീലകളിൽ നിന്ന് തന്നെ തുടക്കം. ഭഗവാൻ തന്നെ മനസ്സിലേക്ക് ആശയം തരും, അത് അതേ രീതിയിൽ അവതരിപ്പിച്ചു. ഈ വീഡിയോ ഉണ്ടാവാനും കാരണം അത് തന്നെയാണ്. ഭഗവാന് സമർപ്പണമായിക്കൊണ്ട് ആ വീഡിയോ ചെയ്യുമ്പം, പൊതുവേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ധാരണ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ടാണ് പൊതുവേ ആരംഭിക്കാറ്. നമ്മുടെ ഈ കണ്ണനും മേശാന്തിയും യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യമാണ്. അത് ഭഗവാൻ തന്നെ തോന്നിക്കുക ചെയ്യുക. അതുപോലെയാണ് ആ വീഡിയോ എഡിറ്റിംഗ്. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ ഉണ്ടാകുന്നത് തന്നെ അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആശയം. സാധാരണ നമ്മുടെ ഒരു ചെറിയ ചാനലുണ്ട്, കണ്ടമംഗലം മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ. അതിലെ ഭാഗവതം പാരായണം, വേദപാരായണം, നാരായണീയം ഇതൊക്കെ ദിവസം ഓരോ വീഡിയോ ആയിട്ട് ഇടാറാണ് പതിവ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ തത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പൂജ കഴിക്കുന്ന സമയത്ത് അകത്തുണ്ടാവുന്ന ഒരു അനുഭവങ്ങൾ, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ചെയ്യാമെന്നുള്ള ഒരു വിചാരം ഉള്ളിൽ വന്നപ്പോഴാണ് ആദ്യത്തെ വീഡിയോ, ഒരു ചന്ദനം ചാർത്തുന്ന ഭഗവാനും മേശാന്തിയും തമ്മിൽ ചന്ദനം ചാർത്തുമ്പോൾ ഉള്ള ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം. ശ്രീലകത്ത് കണ്ണന്റെ വികൃതികളാ ഒന്നും പറയണ്ട. എത്ര ചന്ദനം ചാർത്താൻ ശ്രമിച്ചാലും ഇടം കണ്ണിട്ട് നോക്കി തലയൊന്ന് വെട്ടിച്ച് ആ ചന്ദനൊക്കെ താഴേക്ക് ഇടും. ഇങ്ങനെയൊക്കെയാണ് കണ്ണന്റെ ഓരോ കുസൃതികളെ. എന്താ ചെയ്യ കൃഷ്ണാ, അങ്ങയുടെ ഓരോ വികൃതി. കണ്ണാ, ഒന്ന് ചന്ദനം ചാർത്തിക്കോട്ടെ, ഭക്തന്മാരതാ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം നട തുറക്കാൻ. കണ്ണാ, അടങ്ങിയിരിക്കൂ. ഭക്തരുടെ അനുഭവങ്ങളും സ്വന്തം സങ്കടങ്ങളും വീഡിയോയായി പിറന്നു. ഒന്നും മുൻകൂട്ടി നിശ്ചയിക്കുന്നതല്ല, മനസ്സിൽ കണ്ണൻ തോന്നിക്കുന്നു, അത് ചെയ്യുന്നു. ഒരുപാട് പേർക്ക് ആശ്വാസമായി മാറുന്നു ഈ റീലുകൾ. അതിൽ ഈ വീഡിയോ ചെയ്തു വരുന്ന സമയത്ത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പം ഇതൊരു സാധാരണ നമ്മളൊരു വിഷ്വലോ ഈ തലത്തിൽ നിന്നൊക്കെ മാറി വൈകാരിക തലത്തിലോട്ട് അത് പോകാൻ തുടങ്ങി. അപ്പോൾ ക്രമേണ ഞാൻ പോലും എൻ്റേതായ ഇതിന്ന് മാറിയിട്ട്, ഇപ്പോൾ എൻ്റെ അമ്മ 2-3 വർഷം മുന്നെയാണ് മരണപ്പെട്ടു. ഈ കാര്യമൊക്കെ അവിചാരിതമായിട്ട് ഓരോ വീഡിയോസിലും വന്നു. അതാണ് എൻ്റെ ഭഗവാനോട് നേരിട്ട് ഞാൻ ചോദിക്കണ മാതിരി. അപ്പം ആ ഒരു വിഷയത്തിൽ എൻ്റെ അമ്മേനെ ഭഗവാന്റെ അടുത്ത് ഇരിക്കണതും
അതൊക്കെ വൈകാരികമായിട്ട് ആ വിഷ്വൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങളും ഭക്തന്മാർ കമൻ്റായിട്ട് പറയണം, ഇത് എനിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഇതാ കാണിച്ചു തന്നു എന്നുള്ള. അത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല, ഭഗവാന് മാത്രമേ അറിയുള്ളൂ. മേശാന്തി, അമ്മ എന്നുള്ള വൈകാരിക ഭാവമാണ് ദുഃഖത്തിന്റെ കാരണം. യഥാർത്ഥത്തിൽ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ദുഃഖിക്കണ്ടാട്ടോ മേശാന്തി, ഞാനില്ലേ കൂടെ, അപ്പോൾ അമ്മയുണ്ടല്ലോ. കണ്ണ, എല്ലാം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു കണ്ണ. ഭഗവാൻ പരീക്ഷിക്കും, പക്ഷേ ഒരിക്കലും കൈവിടില്ല. ഇത് ഞങ്ങളുടെ ജീവിത സാക്ഷ്യമാണ്. സാധാരണക്കാരെ പോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടം മുതെല്ലാം കേരള കലാമണ്ഡലത്തിലായിരുന്നു പഠനം. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് വിഷ്വൽ മീഡിയ അതൊക്കെ പഠിച്ചു. പിന്നീട് ചെറുപ്പം മുതൽ 5-ാം വയസ്സിൽ ഉപനയനം കഴിഞ്ഞു. പിന്നീട് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ, ഭാഗവതം തുടങ്ങിയ ആൾക്കാരെല്ലാവരും, അച്ഛൻ തുടങ്ങിയ എല്ലാവരും ഈ ഒരു മേഖലയിലായതുകൊണ്ട് നമ്മൾ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, നമുക്കതിനുള്ള അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, ഉത്തരങ്ങൾ കിട്ടാനുള്ള. അങ്ങനെ പോകുന്ന വേളയിലാണ് പിന്നീട് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന വൈകാരിക തലങ്ങളുണ്ട്. പ്രതിസന്ധി ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. അവിടെയാണ് നമ്മൾ നിസ്സഹായരായിട്ട് പോകുന്നത്. മനുഷ്യന് ഒരു പരിധിയുണ്ട്, അതെല്ലാവർക്കും ഉണ്ട് പരിധി. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് സാധിക്കുന്നു, പക്ഷേ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനത്തെ അനവധി അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. അത് ജീവിതത്തിൽ അനുഭവത്തിൽ അനവധി വന്നു. കാരണം അതിൽ ഏറ്റവും വലിയ വൈകാരികവും ആധ്യാത്മികവും വേദാന്തവും കൂടി ചെന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. മനോഹരമാണ് ആ ശബ്ദം, മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. സാധാരണ ഭഗവാൻ എവിടുന്ന് വിളിക്കണം? നാഭിയിൽ നിന്ന്, ഇവിടുന്ന് തുടങ്ങും. നമ്മുടെ ശബ്ദം ആരംഭിക്കണത് നാഭിയിൽ നിന്നാണ്. എല്ലാവരും നമ്മളിവിടെ വെച്ചിട്ടാണ് സംസാരം. അപ്പോൾ ഉള്ളിൽ നിന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ആ ഒരു വരും. ഇപ്പം കണ്ണാ എന്ന് സാധാരണ കണ്ണാ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വൈകാരികമായിട്ട്, അപ്പോൾ ആ ഒരു ഡയലോഗ് തന്നെയാണ് ആ ഒരു ഭഗവാനെ. അത് ശരിക്കും ഒരു വീഡിയോയ്ക്ക് വേണ്ടി വിളിക്കുകയല്ല, ആ സമയത്ത് ഞാൻ ഭഗവാനെ തന്നെയാണ് വിളിക്കണത്. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും അത് വിളിക്കാം. കാരണം സർവത്തെയാണ് ഭഗവാൻ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു അത് തന്നെയാണ് കണ്ണനെ വിളിക്കണ. ഭാഗവതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വലുതാണ്. ഭഗവാൻ കൂടെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ സങ്കടപ്പെടാറില്ല. കാരണം ആ സമയത്ത് പറഞ്ഞ മാതിരി ശ്രീകോവിലിൽ നിന്ന് ഭഗവാനെ അറിയാലോ, കാര്യങ്ങളൊക്കെ ചെയ്തോളുക എന്നൊരു വാക്കാണ് ഭഗവാനോട് പറയാറ്. അതായത് ഉറപ്പാണ് ചെയ്യുന്നുള്ളത്. എനിക്ക് ഭഗവാനോട് വിശ്വാസമല്ല ഉള്ളത്, എനിക്ക് ഉറപ്പാണുള്ളത്, ചെയ്തിരിക്കും. അപ്പം നാളെ എന്താണോ ആവശ്യം അത് നടന്നിരിക്കും, സംശയമൊന്നുമില്ല. ആ ഒരു ഭഗവാനായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് ജീവിതത്തിൽ പലപ്പോഴും, എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ നിന്നും എന്നെ മനസ്സ് കരകയറ്റാനുള്ള കാരണം. ഈ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ചേർത്ത്, ആ അനുഭവം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ആ സമയത്ത് ഒരാൾ നമ്മളോട് പറയാണ്, ഞാനില്ലേ കൂടെ, പിന്നെ എന്തിനാണ് സങ്കടം? ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആണ് ആളുകൾ ജീവിക്കുന്നത്. അവരവരുടെ അനുഭവമാണ് ശരിയെന്ന് വാദിക്കും. അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ സാധ്യമല്ല. വിഷമിക്കാതെ എന്നെ ചേർത്ത് പിടിക്കൂ, എല്ലാ വിഷമങ്ങളും ഞാൻ മാറ്റിത്തരില്ലേ. ഭഗവാൻ കാണിച്ചു തരുന്ന വഴിയെ മുൻപോട്ട് പോകും, മറ്റൊന്നുമില്ല മനസ്സിൽ. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം. അതേമാതിരി എങ്ങനെയാണോ മുന്നോട്ട് പോകണത്, ഭഗവാൻ എന്താണോ തീരുമാനിക്കുന്നത് അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ വൈറലാവണം എന്ന് വിചാരിച്ചിട്ടോ അല്ലെ എന്തെങ്കിലും കുറച്ച് പേരുണ്ടാകും, ഇതൊന്നും ഉദ്ദേശമില്ല. ഭഗവാൻ ഇങ്ങനെയാണ്, അതായത് ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ഇത് മുഴുവൻ മുന്നോട്ട് പോയത്. ഇനി അങ്ങോട്ടും എന്താണോ ഭഗവാൻ നിശ്ചയിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകരോടും പറയാനുള്ളത് അത് തന്നെയാണ്, എല്ലാ ഭക്തന്മാരോടും അത് തന്നെയാണ് പറയാനുള്ളത്. ജീവിതത്തിൽ നിങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം ആസ്വദിക്കൂ. എന്തിനാണ് ജീവിക്കണത്? വലിയൊരു ചോദ്യമാണ്. നമ്മളൊക്കെ ജീവിക്കണം എങ്ങനെയാണ്? ജീവിതം എന്താണെന്ന് അറിയാത്ത കാര്യം ചെയ്യുമ്പം ഒരുപാട് പരിമിതിയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ജീവിതം എന്താണെന്ന് അറിയൂ. ജീവിതം അറിയാം എങ്ങനെയാണ്? ഭഗവാനെ
അറിയൂ. ഭഗവാനെ അറിയുക എന്നതാണ് ഓരോ ജീവിത ലക്ഷ്യവും. അപ്പം അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ചാനലൊക്കെ ഭഗവാനെ നിശ്ചയം പോലെ മുന്നോട്ട് എത്രത്തോളം ഭക്തന്മാർക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വീഡിയോ എങ്ങനെയാ വെച്ചാൽ അതുപോലെ വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് കണ്ണു പൊത്തി കളിക്കാം മേശാന്തി. കണ്ണാ, ഇനി നമുക്ക് മാമുണ്ണണ്ടേ? പപ്പടം ഇല്ലേ മേശാന്തി? തരാ കണ്ണാ. നല്ല സ്വാദുണ്ട് ഈ ചോറിന്. ഉറക്കം വരണു മേശാന്തി. ആ എന്നാലേ ഉറങ്ങിക്കോളൂ കേട്ടോ കണ്ണാ. കൃഷ്ണ ഗുരുവായൂരപ്പാ. ഭഗവാനാണ് എല്ലാത്തിനും ആധാരം. ഭഗവാൻ പറയുന്ന രീതിയിലേക്ക് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള വീഡിയോകൾ, അത് ഭക്തർക്ക് ആശ്വാസമാകുന്ന, ഭക്തർക്ക് സന്തോഷം തോന്നുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ഭഗവാൻ തന്നെ തരട്ടെ. അത് കൃത്യമായി തന്നെ ഭക്തജനങ്ങൾക്കിടയിലേക്ക് എത്തട്ടെ. അതുതന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. നന്ദി, നമസ്തേ.